ഹായ്, പുതിയ വീഡിയോയിലേക്ക് ചേർത്ത ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ദിനരാജിൻ്റെ ആ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. GST ആയിക്കോട്ടെ, മറ്റ് ഗവൺമെൻറ് ഏജൻസികളായിക്കോട്ടെ, ആരും തന്നെ നമുക്കെതിരെ കേസ് എടുക്കില്ല എന്ന്. കാരണം രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഇൻകം ആഗ്രഹിക്കാത്തത് ആരാണ് എന്നാണ് ദിനരാജ് വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മൾ കൈക്കൂലി കൊടുത്ത് നമ്മൾ ഒതുക്കും എന്നുള്ളതാണ്. GST കാരും ED യും കേരള പോലീസും എല്ലാവരും തന്നെ ഇവരുടെ കൈക്കൂലിക്ക് വഴങ്ങുന്നവരാണ് എന്നുള്ള കാര്യമാണ് ദിനരാജ് പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് ഇവരുടെ ഒരുപാട് ആൾക്കാരുടെ ധൈര്യത്തിൻ്റെ പിറകിലും ഇത് തന്നെയാണ്. ചില ആൾക്കാരൊക്കെ ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ കമ്പനി 2-3 കൊല്ലം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് അറിയാതെ ചില ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇത് വളരെ ജെന്യൂനായിട്ടുള്ള എല്ലാ രേഖകളുമില്ല, എല്ലാ സമ്മതപത്രങ്ങളുമില്ല ഒരു കമ്പനിയാണ്, കൂടെ ദൈവത്തിൻ്റെ കയ്യൊപ്പും ഉള്ള കമ്പനിയാണ്. ഇവരെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ മറപിടിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുത്ത് ഒതുക്കാമെന്നുള്ളതിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുഖത്തേറ്റ അടിയാണ് ഇത്തരത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ED യുടെയും അല്ലെങ്കിൽ കേരള പോലീസിൻ്റെയും അല്ലെങ്കിൽ ബഡ്സ് അതോറിറ്റിയുടെയൊക്കെ നടപടികൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ചില ആൾക്കാർ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ തന്നെ പിരിച്ചുവിടുന്നു. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി മാത്രമല്ല, ഗ്രൂപ്പ് തന്നെ പിരിച്ചുവിടുന്നു എന്നുള്ള കാര്യങ്ങളാണ്. യൂട്യൂബ് ചാനലുകൾ ഡിലീറ്റ് ചെയ്യുന്നു. വീഡിയോകൾ മാത്രമല്ല, യൂട്യൂബ് ചാനലുകളാണ് ഇവർ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.